അപ്പൊ സ്പെയറിന് എല്ലാം കൂടി എത്ര രൂപയായിട്ടുണ്ട്? സ്പെയറിന് അറൗണ്ട് എനിക്ക് തോന്നുന്നു ഒരു 23-24 അങ്ങനെ 24 ആയിട്ടുണ്ട്. പിന്നെ പെയിന്റിങ് പെയിന്റിങ് ഇത് പുതിയ ടാങ്ക് ആണോ? ഇല്ല പെയിന്റ് ചെയ്യുന്ന ടാങ്കാണ്. ഓക്കെ. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. പെയിന്റിങ് 14. ഇതിൽ വരയ്ക്കണ്ട അല്ലേ? അതാണ് ആകെ ഉള്ള ഒരു അഡ്വാൻറ്റേജ്. പക്ഷേ ഈ സ്റ്റിക്കർ ഒട്ടിക്കാൻ കൊണ്ടുപോകണം. നമുക്ക് ഒട്ടിക്കാൻ പറ്റത്തില്ല. ഇതെവിടെ ഒട്ടിക്കുന്നത്? അപ്പോൾ ഇത് ആറ്റിങ്ങിൽ ഒരു കടയാണ്, രാജി സ്റ്റിക്കർ അവിടെ. അവരാണ് ഒട്ടിച്ചു തരുന്നത്. ഓക്കെ. പക്ഷെ കണ്ട നല്ല രസമുണ്ട് കേട്ടോ. ഇത് സ്റ്റിക്കർ ഒട്ടിച്ചതിന് ശേഷം ഒരു പിന്നെ ക്ലിയർ അടിക്കും. ഓക്കെ, എന്തായാലും നന്നായിട്ടുണ്ട്. അപ്പോൾ 15 പെയിന്റിങ്ങിന് ബഫിംഗ് ആൻഡ് പ്ലേറ്റിംഗ് ആയിരുന്നു. ബഫിംഗ് ഇല്ല അല്ലേ? ബഫിംഗ് പാർട്സ് ഒന്നുമില്ല. അവിടെ പെയിന്റ് അടിച്ചു വെച്ചിരിക്കുന്നത് അല്ലേ? പെയിന്റ് ആണ്. ഓക്കെ. അപ്പോൾ പ്ലേറ്റിംഗ് ഇപ്പോൾ എത്ര ആയിട്ടുണ്ട്? പ്ലേറ്റിംഗിന് അറൗണ്ട് 15 സംതിങ് ആയി ഫുള്ള്. ഈ ഒരു എഞ്ചിൻ ഇവിടെയും പറഞ്ഞാണ് റിം. സൈഡ് പിന്നെ ബെൻഡ് പൈപ്പ്, ക്രാഷ് കാർഡ് പഴയത് പ്ലേറ്റ് ചെയ്തതാണ്. ഇത് പഴയതാണല്ലേ? പഴയതാണ്. ഓക്കെ. ബോൾട്ട് ഇതെല്ലാം ഇതോ? അതും പഴയതാണ്. എല്ലാം പഴയതാണ്. ഓക്കെ. അപ്പോൾ പ്ലേറ്റിംഗിന് എത്ര എല്ലാം കൂടി? 15,600 എന്തോ ആയി. 15,600 ആയിട്ടുണ്ട്. അപ്പോൾ ഷിജിന്റെ റേറ്റ് എന്ന് പറയുന്നത് 10 തന്നെയാണ്. $10,000. വേറെ എഞ്ചിൻ പണിയൊന്നും ഇല്ലായിരുന്നു? എഞ്ചിന് ചെറിയ ഹെഡിൽ നോയ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഓയിൽ സർക്കുലേഷൻ കറക്റ്റ് അല്ലായിരുന്നു. പമ്പിന് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. ക്ലച്ച് കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അത്യാവശ്യം ഇത് അതിന്റെ കൂടെ തന്നെ ഫുള്ള് പൊളിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ റീസ്റ്റോർ സമയത്ത് അതൊക്കെ അതിന്റെ കൂടെ തന്നെ ചെയ്ത് കൊടുക്കും. എക്സ്ട്രാ പൈസ ഒന്നും മേടിക്കാറില്ല. അതെല്ലാം ചെയ്ത് കൊടുത്തത്. ഓക്കെ. അപ്പോൾ എല്ലാം കൂടി ടോട്ടൽ കോസ്റ്റ്? ടോട്ടൽ എനിക്ക് തോന്നുന്നു 65 എന്തോ ആയി ഫുള്ളായിട്ട് കംപ്ലീറ്റ്. ഓക്കെ, എല്ലാം കൂടി 65,000 രൂപ. ഓക്കെ. 2012 മോഡൽ അല്ലേ? 2012 മോഡൽ ബുള്ളറ്റ് ക്ലാസിക്കിന്റെ ഇപ്പോഴത്തെ ആ ഒരു റീസ്റ്റോർ ചെയ്ത അവസ്ഥയാണ്.